രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയ കുഞ്ഞുമക്കളെ, നമ്മൾ 10ാമത്തെ പാഠത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ട മാധ്യമങ്ങളെ എങ്ങനെ വിലയിരുത്താം, ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എന്നുള്ള പാഠം നിങ്ങൾക്ക് എന്തു ബോധ്യങ്ങൾ നൽകി എന്ന് സാറിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ ബോധ്യവും മനോഭാവവും ഒക്കെ എങ്ങനെയായിരിക്കണം, ആ പാഠത്തിൻ്റെ 1ാം ഭാഗം പഠിച്ചപ്പോൾ എന്ന് ചോദിച്ചിരുന്നു. ആ മാധ്യമങ്ങളെ കളയെയും വിളയെയും നമ്മൾ കണ്ടതുപോലെ, ആ വചനഭാഗത്തിലൂടെ കണ്ടതുപോലെ കളയെയും വിളയെയും തിരിച്ചറിയാനുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടി എന്ന് സാറ് മനസ്സിലാക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് മാധ്യമങ്ങളുടെ മാസ്മരിക ശക്തി, എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ മാധ്യമങ്ങൾ ഇടപെടുന്നത്, സ്വാധീനം ചെലുത്തുന്നത് എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് പോലും മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മാധ്യമങ്ങളുടെ ഒരു വിസ്ഫോടനം, സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ അരങ്ങുവാഴുന്ന ഈ കാലത്ത് നല്ലതിനെ തിരിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സാറ് ആശംസിക്കുകയാണ്. 2ാമതായി നമ്മൾ കണ്ടത് മാധ്യമങ്ങളുടെ ലക്ഷ്യമാണ്. 3 ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങൾ നമ്മൾക്ക് അറിവ് നൽകുന്നു, മാധ്യമം നമ്മളെ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ മാധ്യമം നമ്മളെ വിനോദിപ്പിക്കുന്നു. ഈ 3 ധർമ്മമാണ് മാധ്യമങ്ങൾക്കുണ്ടത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്താണ് മാധ്യമങ്ങളുടെ നിഷേധാത്മക സമീപനം എന്നൊരു ചോദ്യം സാറ് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. എന്താണ് നിഷേധാത്മക സമീപനം? ഇങ്ങനെയൊക്കെ അറിവ് നൽകുകയും വിനോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും മാധ്യമങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നു, നമ്മളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് പോലും ഈ മാധ്യമങ്ങൾ ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം, ഓരോ വ്യക്തികളിലും ചെലുത്തുന്ന സ്വാധീനം, അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഒരു അരാജകത്വത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ചില മാധ്യമങ്ങളും എങ്കിലും ഇല്ലേ എന്ന് നമ്മൾ കാണുകയുണ്ടായി. പ്രിയ കുട്ടികളെ, ഇതിൻ്റെ 2ാം ഭാഗത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താണ് ഈ 2ാം ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾക്ക് പഠിക്കാം. അതിനു മുൻപ് ഒരു നിമിഷം നമ്മൾക്ക് എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വചനം വായിച്ച് നമ്മൾക്ക് 2ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ മാധ്യമ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് നല്ല മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കുവാനും നല്ലത് മനസ്സിലാക്കുവാനും കളകളെയും വിളകളെയും തിരിച്ചറിഞ്ഞ് കളകളെ ഒഴിവാക്കുവാനും വിളകളെയൊക്കെ ഉൾക്കൊള്ളുവാനുമുള്ള ബോധവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ എന്നും വഴി നടത്തുന്ന നല്ല പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16ാമത്തെ അധ്യായം 15ാമത്തെ തിരുവചനമാണ്. നമ്മൾക്കത് വായിക്കാം. 14ഉം 15ഉം തിരുവചനങ്ങളാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. പ്രിയ കുട്ടികളെ, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മൾ 1ാമത്തെ ഭാഗത്ത് എന്തായിരിക്കണം നമ്മുടെ മനോഭാവം എന്ന് കണ്ടപ്പോൾ ആ മനോഭാവത്തിൽ നമ്മൾ കാണുകയുണ്ടായി, മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അറിവ് നൽകുന്നു, വിനോദിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ട വേദികളാകണം മാധ്യമങ്ങൾ എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഈ നവമാധ്യമ ലോകത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മളുടെ വിശ്വാസത്തെ വളർത്താനും അതിനെ പ്രഘോഷിക്കാനും അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റേതായ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുവാനും നമ്മളെ വിരിച്ചിരിക്കുകയാണ്. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്ന് പറഞ്ഞ ഈശോയുടെ വചനം നമ്മൾക്കിന്ന് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ലെങ്കിലും നവമാധ്യമങ്ങളിലൂടെ നമ്മൾക്കതിൽ പങ്കാളികളാകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നത്. നമ്മൾ കാണുകയുണ്ടായ പ്രിയ കുട്ടികളെ, നമ്മുടെ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന 4 പില്ലേഴ്സിലൊന്നാണ് മീഡിയ എന്ന് നമ്മൾ കാണുകയുണ്ടായി. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിനോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമുള്ളതാണ് മീഡിയ എന്ന് നമ്മൾ കാണുകയുണ്ടായി. അത്രയും പ്രാധാന്യമുള്ള ആ മീഡിയ അതിൻ്റെ ധർമ്മം യഥാവിധി ഇന്ന് നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും വിവേചിച്ച് മനസ്സിലാക്കാൻ സാധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന രീതിയിലാണോ ഇന്ന് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ അന്വേഷണാത്മക പത്രപ്രവർത്തനം, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഉദാഹരണങ്ങളൊക്കെ കാണുകയുണ്ടായി. ആ രീതിയിലേക്ക് ഒന്നും പോകാതെ മാധ്യമങ്ങൾ അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്ന വേദികളായി മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ മൂല്യം കുറയുകയാണെങ്കിൽ ആ മൂല്യം കുറയാൻ അതിൻ്റെ ഒരു പില്ലറായ മാധ്യമത്തിനും ഒരു വലിയ പ്രാധാന്യം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ മെയ് മാസം 16-ാം തീയതി ലോക മാധ്യമ ദിനത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് കൊടുത്ത ഒരു മെസ്സേജ് കം ആൻഡ് സീ എന്നാണ്. വരുക, കാണുക, വന്ന് കാണുക എന്നുള്ള ആ ഒരു വചനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് പറഞ്ഞത്. വന്ന് കാണുക, മനസ്സിലാക്കുക, സംവേദിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിച്ച് കാര്യങ്ങളെ അപഗ്രഥിക്കുക എന്നാണ് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനുശേഷം ആ ഒരു വലിയ ലേഖനത്തിൽ വില്യം ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ 1-ാം ഭാഗത്ത് നിന്ന് മാർപ്പാപ്പ കോട്ട് ചെയ്തത് ഇപ്രകാരമാണ്: ഇന്ന് ആളുകൾ ഒന്നുമില്ലായ്മയെക്കുറിച്ച് അനന്തമായി സംസാരിക്കുകയാണ്. അവരുടെയൊക്കെ ശ്രദ്ധ വൈക്കോലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന 2 ധാന്യമണികളിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. പക്ഷേ അത് കണ്ടെത്തി കഴിയുമ്പോൾ അതെത്രമാത്രം നിസ്സാരമായിരുന്നുവെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും മനുഷ്യർ മനസ്സിലാക്കുന്നു. ഇത് വില്യം ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ എന്ന നാടകത്തിൻ്റെ 1-ാം ഭാഗത്തുള്ള 1-ാമത്തെ സീനിലുള്ള ഒരു ഡയലോഗാണിത്. ഇന്ന് മനുഷ്യൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ഇന്നത്തെ മാധ്യമങ്ങളാണ്. ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇന്ന് സമൂഹത്തിൽ നടക്കുകയാണ്. അവസാനം നമ്മൾ എത്തി നോക്കുമ്പോൾ ഇതായിരുന്നോ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്, കം ആൻഡ് സീ, വരിക, നിങ്ങൾ കാണുക എന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വചനമാണ് പറയുന്നത്. വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ കുട്ടികളെ, നമ്മൾ കാണുകയുണ്ടായി മാധ്യമങ്ങൾ ഡോൺ ബി ഫൂൾ, അല്ലെങ്കിൽ ട്രോജൻ കുതിരകളാണോ എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വേറെയായിരിക്കാം, പക്ഷേ നമ്മൾ ബാഹ്യമായി കാണുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളുടെ ശേഷിയെയും നമ്മളുടെ ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കാനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വിധി വൈപരീത്യമാണ് എന്ന് ഞാനിവിടെ ഓർക്കുകയാണ്. പ്രിയ കുട്ടികളെ, എങ്ങനെയാണ് നമ്മൾക്ക് മാധ്യമങ്ങളെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും വരും. എങ്ങനെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പൊള്ളത്തരങ്ങളെയും കള്ളത്തരങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അക്രമവാസനയെയും മദ്യാസക്തിയെയും ലൈംഗിക അരാജകത്വം, അതുപോലെ തന്നെ വിഷാദം, ആത്മഹത്യാ പ്രവണത, ഇതൊക്കെ വളർത്തുന്നതിന് മാധ്യമങ്ങൾ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മളുടെയൊക്കെ ടി വിയിൽ വൈകുന്നേരം കാണാം വൈകിട്ടെന്താ പരിപാടി എന്ന ഒരു പരസ്യം ഒരുപക്ഷെ നിങ്ങളിലെ പലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. അത് ഒരു മദ്യപാനത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തുള്ള പല ബ്രാൻഡുകളുടെയും മദ്യത്തിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ടി വിയിലൂടെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ബിയറൊക്കെ പൊട്ടിച്ചിങ്ങനെ ചഷകത്തിലൂടെ പതയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളെയും അത് വാങ്ങാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള വലിയൊരു പ്രേരണ നമ്മൾക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഉപഭോഗ സംസ്കാരത്തിലൊക്കെ നമ്മളെ പിടിച്ച് എന്തൊക്കെ വസ്ത്രം ധരിക്കണം, ഒരുപക്ഷെ നമ്മുടെ കീശയിൽ ഒതുങ്ങാത്ത രീതിയിൽ പോലും പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും ഒക്കെയുള്ള പ്രേരണ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് നൽകുന്നുണ്ട്. ദൃശ്യ സംസ്കാരത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു വിപത്താണ് മാധ്യമങ്ങളുടെ അടിമയായി തീരുക എന്നുള്ളത്. ഒന്നിൻ്റെയും അടിമയാകാൻ വേണ്ടി പാടില്ല. നമ്മളെല്ലാത്തിനെയും മനസ്സിലാക്കേണ്ടവരാണ്. ഈശോ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈശോ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ടോട്ടൽ ഓവറോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയാം. എല്ലാ രീതിയിലും നമ്മൾ വളരണം. ഒന്നിൻ്റെയും അടിമയാകാൻ നമ്മൾ പാടില്ല. മാധ്യമങ്ങളുടെ അടിമയാകരുത്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അടിമയാകരുത്, മയക്കുമരുന്നിൻ്റെ അടിമയാകരുത്. അതുപോലെ തന്നെ അരാജകത്വത്തിലേക്കോ ലൈംഗികതയിലേക്കോ ഒക്കെ പോകുന്ന മാധ്യമങ്ങളുടെ ആ പിടിയിൽ നിന്ന് നമ്മൾ തീർത്തും വ്യത്യസ്തരായി മാറി നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങളെ എങ്ങനെ റിസോഴ്സ്ഫുള്ളായി നമ്മൾക്ക് ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് നമ്മളുടെ ചിന്തകൾ മാറേണ്ടിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് അനന്ത സാധ്യതയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. മൊബൈൽ ഫോണിൻ്റെയൊക്കെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച നമ്മൾ ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ചുരുങ്ങി മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങിയതും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഇതിലുണ്ടെങ്കിലും ആ നല്ല വശങ്ങളെ മാത്രം തിരഞ്ഞെടുക്കുവാനും ദൂഷ്യവശങ്ങളോട് ഗുഡ് ബൈ പറയുവാനുമുള്ള ഒരു വിവേചന ശക്തി നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുകയും നമ്മളുടെ ഒരു വ്യക്തിത്വം അതിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒന്നിനും നമ്മൾ അടിമയാകാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ തിരുവചനത്തിലൂടെ കണ്ടതുപോലെ കളയെയും വിളയെയും തിരിച്ചറിയാനുള്ള ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ മാധ്യമങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കണം? നല്ല തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തണം. അതിന് നമ്മൾക്ക് ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് മാധ്യമങ്ങളെ ശ്രദ്ധാപൂർവം വിവേചനപൂർവ്വമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധതയുമുണ്ട്. നമ്മൾ കണ്ടു മാധ്യമങ്ങളുടെ 3 ധർമ്മങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പഠിപ്പിക്കുക, വിനോദിപ്പിക്കുക, അറിവ് നൽകുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മങ്ങളെങ്കിലും മാധ്യമങ്ങൾക്ക് സാമൂഹിക പ്രതിബദ്ധതയും മാധ്യമങ്ങൾക്കുണ്ട്. ഒരു സമൂഹത്തിൻ്റെ സദാചാരത്തിന് നിരക്കാത്ത പരിപാടികളിൽ നിന്ന്, വിശദീകരണങ്ങളിൽ നിന്നും പിന്മാറാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. നമ്മളുടെ ഇന്നത്തെ ചാനലുകളിൽ വരുന്ന അന്ത്യചർച്ചകളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കാണുകയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനുവേണ്ടി നിങ്ങളുടെ സമയം വിനിയോഗിക്കരുത് എന്നുള്ളതാണ്. കാരണം ഒരു കാരണവുമില്ലാതെ നമ്മളിപ്പോൾ കണ്ട ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ കണ്ടതുപോലെ ആ വൈക്കോൽ തുറവിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന 2 ധാന്യമണികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ തിരയുന്നത് എന്ന് അത് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളുടെ ആ മൂഢത, ഇതിനുവേണ്ടി നമ്മൾ സമയം വിനിയോഗിച്ചതിനെ ഓർത്ത് നമ്മൾ ലജ്ജിക്കും. അതുകൊണ്ട് പ്രിയ കുട്ടികളെ, മാധ്യമങ്ങൾക്കുള്ള സാമൂഹ്യ പ്രതിബദ്ധത നമ്മളും മനസ്സിലാക്കണം. അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് ഗുഡ് ബൈ പറയാനുള്ള ഒരു ചങ്കൂറ്റം, ശേഷിയും ശേമൂഷിയും നമ്മൾക്കുണ്ടാകണമെന്ന് സാറ് നിങ്ങളോട് പറയുകയാണ്. സമൂഹത്തിൻ്റെ സദാചാരത്തിനോ ധാർമ്മികതയ്ക്കോ നിരക്കാത്ത പരിപാടികൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ നമ്മളതിന് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ആ ഒരു ചങ്കൂറ്റം നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒത്തിരിയേറെ മാധ്യമങ്ങളുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു വിദേശ ചാനൽ കണ്ടപ്പോൾ ആ ചാനൽ എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ആ ചാനൽ മരിച്ചുപോയ ആത്മാക്കളെക്കുറിച്ചും പ്രേതങ്ങളെക്കുറിച്ചും മാത്രമാണ് കഥകൾ പറയുന്ന ആ ചാനൽ. പേടിപ്പെടുത്തുന്ന കഥകളും അതുപോലെ തന്നെ കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചാനൽ. അത് കാണാൻ വേണ്ടി ഒത്തിരിയേറെ ആരാധകരുണ്ടെന്നുള്ളതും അത്ഭുതം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്താണോ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അനാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ജാതീയമായ ക്രൂരതകൾ, വംശീയമായ അധിക്ഷേപങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന മാധ്യമങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയും അങ്ങനെയുള്ള മാധ്യമങ്ങളെ നമ്മൾ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയും വേണം. അതുപോലെ തന്നെ വ്യാപകമായ അഴിമതിയെയും സ്വജനപക്ഷപാതത്തെയും ഒക്കെ ഉണർത്തിക്കാട്ടുകയും ഉയർത്തിക്കാട്ടുകയും ഗ്ലോറിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങൾ ഉണ്ട്. അതും ഒരിക്കലും മാധ്യമങ്ങളുടെ ധർമ്മമല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രതിബദ്ധത അതല്ല. ഇനി അങ്ങനെയുള്ള മാധ്യമങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പോളവൽക്കരണത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഒക്കെ അതിപ്രസരത്തിൽ നഷ്ടപ്പെട്ട ധാർമ്മികത വീണ്ടെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതും മാധ്യമങ്ങളുടെ ഒരു കടമയാണ്, പ്രതിബദ്ധതയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനുമുള്ള ഒരു വിശാല മനസ്കതയും മാധ്യമങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ, നിറത്തിൻ്റെയും കളറിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തിരിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നവരാകണം മാധ്യമങ്ങൾ. അതും മാധ്യമങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണ്. സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലും മാധ്യമങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാകണം നമ്മളുടെ എല്ലാ മാധ്യമങ്ങളും. അതും മാധ്യമങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണ്. യഥാർത്ഥ മൂല്യബോധത്തിലേക്ക് നയിക്കുന്ന ഒരു ബദൽ സംസ്കാരത്തിന് മാധ്യമങ്ങൾ ഊന്നൽ നൽകണം. അതും മാധ്യമങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണ്. പ്രിയ കുട്ടികളെ, അപ്പോൾ എന്തായിരിക്കണം മാധ്യമങ്ങൾ? എങ്ങനെയായിരിക്കണം മാധ്യമങ്ങൾ? എന്താണ് മാധ്യമങ്ങളുടെ ധർമ്മം? എങ്ങനെ നല്ല മാധ്യമങ്ങളെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാം? അതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ കണ്ടത്. ഇനി മാധ്യമങ്ങളെ നമ്മൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇങ്ങനെയൊക്കെ നമ്മൾ മാധ്യമങ്ങളെ മനസ്സിലാക്കി. മാധ്യമങ്ങളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നമ്മൾക്ക് മനസ്സിലായി. യഥാർത്ഥ മാധ്യമം ഏതാണെന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ കണ്ടുപിടിച്ച മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ ബുദ്ധിക്ക് വികാസമുണ്ടാകുന്നത്, നമ്മൾ നല്ല വ്യക്തികളായി മാറുന്നത്, നമ്മൾ ഉയർന്നവരായി മാറുന്നത്. അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാം. അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾക്ക് അറിവ് സമ്പാദിക്കാം. അങ്ങനെയുള്ള മാധ്യമങ്ങളെ നമ്മൾക്ക് വിനോദത്തിന് വേണ്ടിയും ഉപയോഗിക്കാം. മാധ്യമങ്ങളെ ഒരു പ്രശ്നമായി അകറ്റി നിർത്താതെ അതിലുള്ള നല്ല വശങ്ങളെ മാത്രം സ്വാംശീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ അടുത്തിടെ വന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടല്ലോ. നല്ല ഒത്തിരിയേറെ ബൗദ്ധികമായ ചർച്ചകൾ നടക്കുന്ന പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. പക്ഷേ ഒത്തിരിയേറെ മോശം കാര്യങ്ങളും അതിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് സാർ ആദ്യം പറഞ്ഞത്. മോശത്തിനോടും തെറ്റായതിനോടും പുറംതിരിഞ്ഞു നിൽക്കാനും ഗുഡ് ബൈ പറയാനും നല്ലതിനെ വിവേചിച്ചറിയാനുമുള്ള ശേഷി നമ്മൾക്ക് ഉണ്ടാകണം. മാധ്യമങ്ങളെ ഒരു പരിധിവരെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയും മാനവ സമുദായത്തിൻ്റെ വിലയേറിയ മുതൽക്കൂട്ടായും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കണമെന്നുമുള്ളതുമാണ് നമ്മളുടെ ആഗ്രഹം. അതനുസരിച്ച് മാധ്യമങ്ങൾ പ്രവർത്തിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയും കർത്താവിനെ പ്രഘോഷിക്കാനുമുള്ള വേദികളായി മാധ്യമങ്ങളെ നമ്മൾ മാറ്റുമ്പോൾ
ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ നവ സുവിശേഷവൽക്കരണത്തിൽ നമ്മൾക്കും പങ്കുചേരാം. യേശുവിൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കാനും, അതുപോലെ തന്നെ നമ്മൾക്കറിയാം കാർലോസ് അക്യൂറ്റിസിനെ പോലെ 16-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ, ഇപ്പോൾ വിശുദ്ധിയുടെ പദവിയിലേക്ക് നടന്നെടുക്കുന്ന കാർലോസ് അക്യൂറ്റിസിനെ പോലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യത ഉപയോഗിച്ച് ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുക്കാൻ ആ ഒരു ചെറുപ്പക്കാരന് സാധിച്ചുവെങ്കിൽ ഇന്ന് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾക്കും എന്തുകൊണ്ട് അത് സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ വചനങ്ങളും നമ്മളുടെ മൂല്യങ്ങളും ഒക്കെ നമ്മൾക്ക് നവമാധ്യമങ്ങളിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതിന് സാധിക്കും. സാധിക്കുന്നതാണ് നമ്മൾ കാർലോസ് അക്യൂറ്റിസിലൂടെ കണ്ടത്. അതുകൊണ്ട് പ്രിയ കുട്ടികളെ, മാധ്യമങ്ങളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ പാലിക്കേണ്ടിയിരിക്കുന്നു. പത്രമാസികൾ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, എന്തിന് മൊബൈൽ ഫോൺ തുടങ്ങിയവയെല്ലാം വചനപ്രഘോഷണത്തിനുള്ള വേദികളായി നമ്മൾ മാറ്റണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ഒരു പ്രൈസ്തലോട് നിങ്ങൾക്കതിൽ ടൈപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊരു വോയിസ് മെസ്സേജ് വിടാൻ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണ വേദികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെയും നമ്മളുടെ സഭയെയും സമുദായത്തെയും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ, ആശയം കൊണ്ട് പ്രതിരോധം തീർക്കാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുതെന്ന് എൻ്റെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആയുധമെടുത്ത് പ്രതിരോധിക്കാനല്ല, നേരെ മറിച്ച് ആശയം കൊണ്ട് നമ്മൾക്ക് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും സാധിക്കണം. അങ്ങനെ ചെയ്യുക തന്നെ വേണം. അങ്ങനെ നല്ല ആശയ സംവാദങ്ങൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ വരിക, കാണുക, സംസാരിക്കുക, അനുഭവിച്ചറിയുക, ഈ ആശയ സംവാദനത്തിൻ്റെ വേദികളായി മാധ്യമങ്ങളെ കാണണമെന്നാണ് സാറിന് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഈ നവമാധ്യമങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം ആശയങ്ങൾ സംവേദനം ചെയ്യുമ്പോൾ, മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മളുടെ വിശ്വാസവും അതിൽ പ്രതിഫലിക്കണം. നമ്മളുടെ വിശ്വാസവും നമ്മൾ പഠിച്ച മൂല്യങ്ങളും ഒക്കെ അതിൽ പ്രതിഫലിക്കണം. ഇൻ്റർനെറ്റിൻ്റെ അനന്ത സാധ്യതയിൽ കൂടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാം. വിശുദ്ധ അഗസ്റ്റിൻ്റെ മനോഹരമായ ഒരു വചനമുണ്ട്: ഞങ്ങളുടെ കൈകളിൽ പുസ്തകങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ മുൻപിൽ സത്യങ്ങളും. പുസ്തകങ്ങളിൽ ഒളിഞ്ഞിരിക്കാത്ത സത്യങ്ങൾ നമ്മളുടെ മുൻപിൽ കാണുന്ന സത്യങ്ങളായി മാറുമ്പോഴാണ് സത്യത്തെ വിവേചിച്ചറിയാനും ആ സത്യത്തെ മനസ്സിലാക്കുവാനും സത്യത്തിലൂടെ ജീവിക്കുവാനും ഒക്കെ നമ്മൾക്ക് സാധിക്കുന്നത്. ഞങ്ങളുടെ കൈകളിൽ പുസ്തകങ്ങളുണ്ട്, ഞങ്ങളുടെ ചാനലുകളിൽ ന്യൂസുകളുണ്ട്, നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ മുൻപിൽ സത്യങ്ങളുണ്ട് എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വചനം നമ്മൾക്കും മാതൃകയായിരിക്കട്ടെ. ആ സത്യങ്ങളെ കാണാനും സത്യങ്ങളെ പുൽകാനും സത്യത്തിലൂടെ ജീവിക്കാനും പ്രിയ കുട്ടികളെ നമ്മൾ പ്രാപ്തരാകണം. നമ്മളതിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, മാധ്യമങ്ങളെ അവയുടെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്നതിനും അവയെ മനസ്സിലാക്കുന്നതിനും അതിലൂടെ അറിവും വിവേകവും ഒക്കെ നേടുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നല്ല മാധ്യമ പാരമ്പര്യവും പ്രവർത്തനവും നടത്താനും അതിലൂടെ നിന്നെ പ്രഘോഷിക്കുവാനും നിൻ്റെ വചനങ്ങളും നിൻ്റെ നന്മയും മൂല്യങ്ങളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, ഈ പാഠം നമ്മൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടാകേണ്ട ബോധ്യം ഇതാണ്: മാധ്യമങ്ങൾ വിനോദത്തിനും വിജ്ഞാനത്തിനും മാത്രമാകാതെ വിശ്വാസ പ്രഘോഷണത്തിനുള്ള ഉപാധികളായി മാധ്യമങ്ങളെ നമ്മൾ മാറ്റണം. തകർന്ന മനസ്സുകൾക്ക് സ്വാതന്ത്ര്യമേകുന്നതിനുള്ള അവസരങ്ങളാകണം മാധ്യമങ്ങളുടെ തിരഞ്ഞെടുപ്പ്. വിവേകത്തോടു കൂടിയായിരിക്കുകയും ചെയ്യണം. ഇതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന ബോധ്യം. എന്തായിരിക്കണം നമ്മളുടെ മനോഭാവം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മാധ്യമങ്ങൾ വിനോദത്തിനും വിജ്ഞാനത്തിനും മാത്രമാകാതെ വിശ്വാസ പ്രഘോഷണത്തിനുള്ള വേദികളായി മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളുടെ മനോഭാവം മാധ്യമങ്ങളെ തുറവിയോടുകൂടി നമ്മൾ കാണണം. നല്ല മാധ്യമങ്ങളെ നമ്മൾ വിവേചിച്ചറിയണം. ചീത്ത മാധ്യമങ്ങളെ നമ്മൾ തള്ളുകയും വേണം. ആ മനോഭാവത്തോടു കൂടി നമ്മൾക്ക് മാധ്യമങ്ങളെ സമീപിക്കാം. പ്രിയ കുട്ടികളെ, ഈ പാഠത്തിൽ 5 ക്വസ്റ്റ്യൻ ആൻസറാണുള്ളത്. അതെഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. മാധ്യമങ്ങളെ യൂസ്ഫുള്ളായും റിസോഴ്സ്ഫുള്ളായും നിങ്ങൾ ഉപയോഗിക്കുക. അതിലൂടെ നല്ലൊരു മാധ്യമ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.